നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് ഈ കുമ്പളയിൽ നിന്ന് അതിൻ്റെ പ്രയാണം ആരംഭിക്കുക. ഒരുപക്ഷെ ഒരുപാട് യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. സാധാരണ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ കാസർഗോഡ് നിന്ന് പല യാത്രകളും നടത്താറുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്രയധികം ആവേശത്തോടുകൂടി ഒരു യാത്ര എനിക്ക് തോന്നുന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. കാരണം പല യോഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ്. അന്നൊന്നും കാണാത്തൊരാവേശം ഇന്ന് കാണുമ്പോൾ ഈ പേരിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. അങ്ങനെ കാസർഗോഡ് ജില്ല പുതുയുഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ അടുത്ത മാസം ഈ സമയത്ത് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിരിക്കും. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 100 സീറ്റെങ്കിലുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണ്ട് ആരോഗ്യത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഊർജം വലിക്കുന്നൊരു സർക്കാരാണ് ഇപ്പോൾ പിണറായി സർക്കാർ. ഇത് ഏത് സമയവും ഇതിൻ്റെ ശ്വാസം നിലയ്ക്കുക. ആ ശ്വാസം നിലയ്ക്കുന്നത് ഏപ്രിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ്. കാരണം മൊത്തം ജനത്തിൻ്റെ ശാപം വാങ്ങിയ ഗവൺമെൻറ്, ജനത്തിൻ്റെ ശാപം വാങ്ങി, രക്തസാക്ഷികളുടെ ശാപം വാങ്ങി, സാക്ഷാൽ ദൈവത്തിൻ്റെ ശാപവും വാങ്ങി. എല്ലായിടത്തും കൈയിട്ട് വാരിയ ഭരണം, അതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇനി കൈവയ്ക്കാത്ത ഒരു മേഖലയും, ഒരു മേഖലയും വികസനത്തിൻ്റെ കൈവപ്പല്ല, കക്കലിൻ്റെ കൈവപ്പാണ്. അവസാനം സ്വാമി അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ടെടുത്തു. ഇവിടെ നമുക്കറിയാം ഏതാണ്ട് വിഗ്രഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിഗ്രഹത്തിൻ്റെ കഴുത്തിലണിഞ്ഞ രുദ്രാക്ഷമാല പോലും സ്വർണം കെട്ടാൻ എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി. ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്തു. പക്ഷേ നമ്മളെയൊക്കെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു കാര്യം, ആ കട്ട കള്ളന്മാരിപ്പോൾ ജയിലിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർ, അത് അമ്പലത്തിൻ്റെ സ്വത്ത് മോഷ്ടിച്ചാലും പള്ളിയുടെ സ്വത്ത് മോഷ്ടിച്ചാലും ദൈവശാപം അവർ കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ശാപം പല രൂപത്തിൽ വരും. ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും, ചിലർക്ക് ചിത്തഭ്രമം ബാധിക്കും. എനിക്ക് നമ്മുടെ പിണറായിക്കും ഗോവിന്ദൻ മാഷ്ക്കും ചിത്തഭ്രമം ബാധിച്ചോ എന്ന് സംശയം. ഇപ്പോൾ നിയമസഭയിൽ ഇവർക്ക് ഒരു നേട്ടവും പറയാനുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ എല്ലാ ഭരണകക്ഷിക്കാരും പറയുന്നത് എന്താ അറിയോ, ഇങ്ങനെ പ്രതിപക്ഷം ചെയ്യുന്നതൊക്കെ ആ കനകോലുവിൻ്റെ ഏർപ്പാടാണെന്നാണ്. പണ്ട് ഈ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ, ശ്രീ ചന്തുമേനോൻ എഴുതിയ നോവലാണ് ആദ്യത്തെ മലയാളത്തിലെ നോവൽ. അതിൽ ഇന്ദുലേഖ കുറേ പുരോഗമന ചിന്താഗതിക്കാരിയായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പം അവരുടെ അടുത്ത് ഈ പഴയ വരട്ടുവാദികളൊക്കെ പല ന്യായങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറയും ഇതൊന്നും ശരിയല്ല. അവസാനം 16 വയസ്സുള്ള ഇന്ദുലേഖയെ കെട്ടാൻ ഏതാണ്ട് ഷഷ്ടിപൂർത്തിയായ സൂര്യ നമ്പൂരി വന്നപ്പോൾ മുഖത്ത് നോക്കി ഇന്ദുലേഖ പറഞ്ഞു, നിങ്ങൾ എനിക്കിഷ്ടമല്ല. ഇപ്പോൾ സൂര്യ നമ്പൂരിയോട് ഈ ഇന്ദുലേഖയുടെ മാതാപിതാക്കൾ ചോദിച്ചു, എന്താ കുട്ടിയുടെ അഭിപ്രായം? ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ പിണറായി പറഞ്ഞത്, UDFൻ്റെ കുഴപ്പം ഇപ്പോൾ കനകോലുവിൻ്റെ കുഴപ്പം. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസം നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ട് UDF ശക്തമായി എന്തിനു വേണ്ടിയാണ് സമരം നയിച്ചത്? അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF സമരം നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിനിപ്പോൾ ആരാ ബാക്കിയുള്ള ജയിലിൻ്റെ അകത്ത്?
2 ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ മാത്രമേ ജയിലിലുള്ളൂ. ഇനി 90-ാം ദിവസം അവരും പുറത്തിറങ്ങും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് ഈ കോടതി പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. കോടതിയോടൊക്കെ ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എല്ലാ കള്ളന്മാരും പുറത്തിറങ്ങിയിട്ട് കേസ് തെളിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ദിവസേന നമ്മൾ ചില പെയ്ഡ് ന്യൂസുള്ള ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ കാലത്തൊരു കെട്ടുകഥയുണ്ടാക്കും. പിന്നെ ആ കെട്ടുകഥയെക്കുറിച്ചാണ് ചർച്ച. അതിൻ്റെ പുറമെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും. അപ്പോഴേക്കും ദിവസം 90 കഴിഞ്ഞു. 90 കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും എന്നുള്ളത് നിയമം പഠിക്കാത്തവർ കൂടെ അറിയാം.